വെൽക്കം ബാക്ക് ടു കാൽക്കി ക്വിസിൻ. കാൽക്കി ക്വിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാംഗോ ഫലൂദ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ പുറമെ കടകളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഫലൂദയുടെ റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ മാംഗോ പ്യൂരി ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം. മാങ്ങ നല്ല പഴുത്തതായാലും മാത്രമേ ഫലൂദക്ക് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി മാങ്ങയുടെ തൊലിയെല്ലാം കട്ട് ചെയ്ത് അതിനുള്ളിൽ ഫ്ലഷ് എടുക്കുക. അതല്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ച് എടുത്താലും മതി. വലിയ മാങ്ങയാണെങ്കിൽ ഒന്നെടുത്താൽ മതി, അതല്ല ചെറുതാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കേണ്ടി വരും. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ മാങ്ങയാണ്. അത് മുഴുവനായിട്ടും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി മിക്സിയുടെ ജാറിലേക്ക് ഈ മാങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ മാങ്ങയിൽ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പം ദാ മാങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഒരു ഫലൂദ സേമിയ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് ഞാൻ 1 കപ്പ് കസ്റ്റേർഡ് പൗഡറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയിൽ നിന്ന് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫലൂദ സേമിയ സാധാരണ കോൺഫ്ലവർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കാറ്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കസ്റ്റേർഡ് പൗഡർ ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇതിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം പകുതി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് കട്ടയൊന്നുമില്ലാതെ ശരിക്കും ഒന്ന് മിക്സായി കിട്ടിയതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗളിൽ മിക്സാക്കിയ ശേഷം പാനിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയേ. ഇതിപ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശരിക്കും മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണേ ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. ഇത് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഇതേപോലെ ഇങ്ങനെ കട്ടയായിട്ട് വരും. അപ്പോഴും കൈയെടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിൽ വെള്ളമെല്ലാം വറ്റി പാനിൽ ഒട്ടിപ്പിടിക്കാതെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തുന്ന വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഈ യെല്ലോ കളർ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വന്നിട്ടുണ്ട്. പാനിൽ നിന്നെല്ലാം വിട്ട് വന്ന് ഒരു ഡോ ടെക്സ്ചറിലായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളുടെ സേവനാഴി എന്നൊക്കെ പറയില്ലേ, ഇടിയപ്പം മോൾഡ്, അതെടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഒരു കിച്ചൺ ടവൽ ഉപയോഗിച്ച് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി മോൾഡൊന്ന് പിടിക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ ആ ഡോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോ തണുക്കുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് കട്ടിയായി പോവും. എന്നിട്ട് ഈ മോൾഡ് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാം. ഒരു ബൗളിൽ തണുത്ത വെള്ളം ഒഴിച്ച് അതിൽ ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ സേമിയ ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോ നല്ല ചൂടും അതേപോലെ വെള്ളത്തിന് നല്ല തണുപ്പും ഉണ്ടെങ്കിൽ സേമിയ ഉണ്ടാക്കി വരുന്ന സമയത്ത് അത് നല്ല പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് 2 ബാച്ചായിട്ട് ഞാൻ മുഴുവനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും ഈ തണുത്ത വെള്ളത്തിൽ തന്നെ വെക്കണം. വെള്ളത്തിൻ്റെ തണുപ്പ് മുഴുവനായിട്ട് മാറുന്ന വരെ അത് തൊടാനേ പാടില്ല കേട്ടോ. ഇപ്പം വെള്ളത്തിൻ്റെ തണുപ്പെല്ലാം പോയിട്ടുണ്ട്. ഇനി ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് സേമിയ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. വെള്ളത്തിൽ നിന്ന് മാറ്റിയ സേമിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മാംഗോ ഫ്ലേവേർഡ് മിൽക്ക് ഉണ്ടാക്കണം. അതിലേക്ക് ഞാൻ 3/4 കപ്പ് മാംഗോ പ്യൂരിയിലേക്ക് 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. ഇനി മധുരം കൂടുതൽ വേണ്ടിയവർക്ക് കുറച്ചും കൂടെ കൂട്ടി ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അടുത്തതായി 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് എന്ന് പറയും, കറുത്ത കസ്കസ്, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഫലൂദ സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് റോസ് സിറപ്പ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കസ്റ്റേർഡ് സേമിയ ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കി കൊടുക്കണേ. അടുത്തതായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം.
ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള പിസ്ത, ബദാം, കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി മാംഗോ ഫ്ലേവേർഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ മുകളിലായിട്ട് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. മാംഗോ ഫ്ലേവേർഡ് മിൽക്കിൻ്റെ മുകളിലായിട്ട് വനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അവസാനമായി കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ മാംഗോ ഫലൂദ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതുതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ റെസിപ്പികളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായിട്ട് കാണാം.